തുലാബി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. 9ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റായി കഴിയുന്നവർ നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അജിബ് ഹസബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം കൊടുക്കുക. അക്മിൽ ബിസ് സഹി, ശരിയായ ഫോം വയ്ക്കുക. അന ഡാഷ് ബി സഫി താസ്യ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അന യദ്റുസു ആണോ അദ്റുസു ആണോ നദ്റുസു ആണോ? അന വന്നു കഴിഞ്ഞാൽ അദ്റുസു എന്നേ പറയുകയുള്ളൂ അല്ലേ. ഇഖ്തരി സഹി, ശരിയായത് എഴുതുക. ഇർത്തഫ ഹദീലുൽ ഹമാമ, എന്താണ്? ഹമാമത്തിൻ്റെ കുറുകൾ ഉയർന്നു. ഉവ ഡാഷ് അൽ ഹുദ്ഹുദ്സ്, ഹുദ്ഹുദിൻ്റെ ശബ്ദത്തിന് എന്താ പറയുക? ഹദ് ഹദത്ത്, ഹദ് ഹദത്തുൽ ഹുദ്ഹുദി എന്നാണ്. ഓക്കെ, അതാണ് ഉത്തരം. മൂന്നാമത്തത് എന്താണ്? ഇഖ്തർ തസ്രീഹ സഹി, ശരിയായ പ്രസ്താവന എഴുതുക. വൻ അലല്ലു നർക്കലു ഹൽഫ സറാബിൽ ഫറാഷ്, പൂമ്പാറ്റക്കൂട്ടത്തിൻ്റെ പിറകിൽ ഓടും അല്ലേ. നഷ്തു വ നർക്കുസു കൽ ബലാബിൽ, കുയിലുകളെ പോലെ നമ്മൾ ആടും പാടും എന്നൊക്കെയാണ് പറയണത്. അതിന് പറ്റിയ വരി ഏതാണ്? ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് നടന്ന ലൈവ് ക്ലാസ്സിൽ ഞാനിത് മൊത്തം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരികയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതിലെ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും 6 യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കൾക്ക് പോയി കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ? നജ്രി ഹൽഫ ഫറാഷാത്തിൻ തതീറു ബൈന സുഹൂരി വ നർക്കദു മിസ്ലൽ ബലാബിൽ, ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്തത് സിൽബിൽ മുലാസിബ്, മാച്ച് ചെയ്യാനാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു. മാസാല, മാസാല എപ്പോഴും ഒരു മുദക്കറ തന്നെ. മാസാലൽ വലതു യൽ അബ്, മാസാലൽ വലതു യൽ അബ്, മാസാലത്ത് വരിക മാസാലത്തിൽ ബിന്തു എന്നാണ്. ഓക്കെ, അങ്ങനെയാണത് ചേർക്കേണ്ടത്. അടുത്തത് അക്മിലുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ പൂരിപ്പിക്കുക. ഇത് ഞാൻ ഹാല് വരും, അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. നാമത്തിഫിലു ഹാദി അൻ, എന്താണ്? കുട്ടി ഹാദി അൻ, ഹാദി എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ. അപ്പോൾ ഹദയാണ് ഇവിടെ എന്തായത്? ഹാദി എന്നായത്. അപ്പോൾ ഷെരിബൽ വലതു അൽ ഹലീബ് എന്ത് വരും? ജാ കഴിഞ്ഞ് അലിഫുട, ജാലി സൻ, ജാഹാദി അൻ പോലെ ജാലിസൻ എന്നെഴുതണം. റജഅത്ത് ആയിഷ ഇലൽ ബൈത്ത്, ആയിഷ വീട്ടിലേക്ക് പോയി. അൽ ഹാഫില, ബസ്സിൽ കയറിക്കൊണ്ട് അല്ലേ. അപ്പോൾ റാക്കിബ തൻ എന്നാ വരിക. എന്താണ് വരിക? റാക്കിബ തൻ. പിന്നെ ഈ ജദുവൽ പൂർത്തിയാക്കാനാണ്, അറിയാലോ അല്ലേ. ഉക്തുബ് ഉക്തുബ ഉക്തുബു, ഇദ്ഹബ് ഇദ്ഹബ ഇദ്ഹബു, ഇജ്ലിസ് ഇജ്ലിസാ ഇജ്ലിസു. സിമ്പിൾ അല്ലേ. അതിൽ ബി ക്വസ്റ്റ്യൻ അക്മിലുൽ ഫറാഗ ബി സീഗത്തി അംരിൻ മുനാസിബ്, ശരിയായ അമ്രു വയ്ക്കുക. ലിൽ അഫ്ആൽ മിനൽ ഹിലാലൈൻ, ബ്രാക്കറ്റിലുള്ള ശരിയായ അമ്രു വയ്ക്കുക. യാ ആദിൽ ഉദുറുസ്, ദറസിയാണ് ഉദുറുസ് ആയത് അല്ലേ. അപ്പം യാ ഔലാദ്, കുട്ടികൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇൽ ലഅബി ആണെങ്കിൽ ഇൽ അബൂ എന്ന് വരും. എങ്ങനെ വരിക? ഇൽ അബൂ എന്നാണ് വരിക അല്ലേ. യാ ഔലാദ് ഇൽ അബൂ ഫിൽ മൈദാൻ എന്നാണ്. യാ സാലിം, നലറയാണ്. അപ്പോൾ നലറ യൻലുറു ഉൻലുർ, എങ്ങനെ വരണം? ഉദുറുസ് പോലെ ഉൻലുർ എന്നാണ് വരിക കേട്ടോ. 7 സഹിഹിൽ കലിമാത്തല്ലതി തഹ ഖത്തുൻ, ശരിയാ. ഇതിന് അടിയിൽ വരയിട്ട ആ വാക്ക് തെറ്റുണ്ട്. അദ്ദാരിസാനി യദ്ഹബാനീന, അദ്ദാരിസാനി 2 ബോയ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ യദ്ഹബാനി എന്നാ വരിക, തദ്ഹബാനി എന്നല്ല. താ മാറ്റി യാ ആക്കിയ ഉത്തരമായി. യുരീദു ആമിർ, ആമിർ ഉദ്ദേശിക്കുന്നു. അൻ യുസാഫിറു എന്നുള്ളത് ശരിയായത് എന്താണ്? അൻ യുസാഫി റാ എന്നാണ്. അൻ യുസാഫിറ, അൻ വന്ന യുസാഫിറ എന്ന് പറയണം. ഇലാ ലണ്ടൻ. അതിൽ ബി ക്വസ്റ്റ്യൻ ഇഖ്റഉൽ ഫഖ്റ വാജിബ് അനിൽ അസ്ഇല, പാരഗ്രാഫ് വായി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഹസീന വ ശാന്ത, ഹസീനയും ശാന്തയും. സ്വദീഖത്താനി 2 കൂട്ടുകാരികളാണ്. തദ്റുസാനി പഠിക്കുന്നു. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്കൂളിൽ.
അസാനുവിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഫി കാലിക്കൂത്ത് കോഴിക്കോടാണ് പഠിക്കുന്നത്. തദ്ഹബാനി ഇൽ മദ്രസത്തി സബാഹൻ അവർ സ്കൂളിലേക്ക് രാവിലെ പോകും. വ തർജിയാനി ഇലൽ ബൈത്തി ഫി സായത്ത് റാബിയ 4 മണിക്ക് മടങ്ങും വൈകിട്ട്. മാ ഇസ്മു സ്വദീഖത്തു ഹസീന ഹസീനയുടെ കൂട്ടുകാരിയുടെ പേരെന്താണ്? എന്താണ്? ഹസീന വ ശാന്ത എന്നുണ്ട്. അപ്പോൾ ശാന്തിയാണ് ഉത്തരം. മത്താ തർജിയാനി ഇലൽ ബൈത്ത് വീട്ടിലേക്ക് അവരെപ്പോഴാണ് മടങ്ങുന്നത്? ഫി സായത്ത് റാബിയാത്തി മസാ എൻ എന്ന് കൊടുക്കണം. ഓക്കെ. പിന്നെ അടുത്ത ലാഹിൽ സൂറ വാഴിദ്ദ തൈലീക്കൻ ഈ ചിത്രത്തിന് അനുയോജ്യമായ ക്യാപ്ഷൻ വയ്ക്കുക. എന്താണ്? വെള്ളം കളയുന്നു അല്ലേ? ഫോൺ നോക്കിക്കൊണ്ടിരുന്നിട്ട്. അപ്പം എന്താ പറയുക? ലാ തഹ്ദർ അല്ലേ? വെള്ളം പാഴാക്കരുത്. ലാ തഹ്ദർ അൽ മാ അ വെള്ളം പാഴാക്കരുത്. അല്ലെങ്കിൽ അൽ മാ ഉ സമീനുൻ അൽ മാ ഉ വെള്ളം സമീനുൻ വിലപിടിപ്പുള്ളതാണ്. ലാ തഹ്ദർ അത് പാഴാക്കരുത് എന്ന് പറയാം. അടുത്തത് അക്മലുൽ ഫറാഗ ബിൽ ജുമുഇ അവിൽ മുഫ്രദാത്ത് ജമ്മും മുഫ്രദും വെച്ച് പൂരിപ്പിക്കാൻ. ബലാബിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു രാവിലെ. ബുൽബുലുൻ ജമ്മ് ബലാബിൽ, തിഫിലുൻ ജമ്മ് അത്ഫാലുൻ അല്ലേ, യൗമുൻ ജമ്മ് അയ്യാമുൻ, സൗബുൻ ജമ്മ് സിയാബുൻ. കേട്ടോ? അങ്ങനെയാണ് വരിക. ഇനി 3ാമത്തെ സെക്ഷനിൽ ഇവിടെ ഇഖ്റൽ ബയാനാത്ത് ഷഖ്സിയ വായിദ് തർജമത്ത് ഷായർ അബുൽ ഖാസിം ഷാബിയുടെ എന്ത് ചെയ്യണം? പാരഗ്രാഫ് ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതണം. അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ജനനവർഷമുണ്ട്, ജനിച്ച സ്ഥലമുണ്ട്, പഠിച്ച സ്കൂളിൻ്റെ പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്, മരിച്ച വർഷമുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? അബുൽ ഖാസിം ഷാബി ഷായറുൻ തൂൻസി എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിനെ നമ്മൾ സെൻറ്റൻസ് ആക്കാൻ എങ്ങനെയാണ്? ആമുൽ മീലാദ് മാറ്റിയിട്ട് എന്ത് വയ്ക്കുക അറിയാം? വുലിദ ഫി എന്ത് വെക്കണം? വുലിദ ജനിച്ചു, ഫി 1909. ഈ മക്കാനുൽ മീലാദ് കളഞ്ഞിട്ട് ബി തൂൻസ് എന്നാക്കുക. ഇവിടെ ഒരു ബി കൊടുക്കുക, ബി തൂൻസ്. പിന്നെ ദിറാസ മാറ്റിയിട്ട് എന്താക്കണം? ദറസ ഫി മദ്രസത്തുൽ ഹുഖൂഖി തൂൻസിയ എന്ന് പറയുക. അപ്പോൾ അടുത്ത സെൻറ്റൻസായി ദറസ ഫി മദ്രസത്തുൽ ഹുഖൂഖി തൂൻസിയ. പിന്നെ ഇവിടെ മിൻ മുഅല്ലഫാത്തിഹി എന്ന് പറയുക. മിൻ മുഅല്ലഫാത്തിഹി അഗാനിൽ ഹയാത്ത് അൽ ഖയാലു ഷേരി ഇന്ദൽ അറബ്. പിന്നെ ആമുൽ വഫാത്ത് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? തു വു ഫിയ. എന്താണ്? തൂഫിയ ഫി എന്ന് കൊടുക്കുക. തൂഫിയ ഫി മരിച്ചു എന്നർത്ഥം. ഏത് വർഷം? 1934. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സെൻറ്റൻസുകളും ഒരുമിച്ചൊരു പാരഗ്രാഫ് എഴുതിയ നമ്മുടെ തർജുമത്ത് ഷായർ റെഡിയായി. ഓക്കെ. അടുത്തത് 10ആണ്. എന്താണ്? ഐദൽ ബയാനാത്ത് ഷഖ്സിയ അൽ ഷായർ മഹ്മൂദ് ദർവീഷ്. മഹ്മൂദ് ദർവീഷിൻ്റെ ബയാനാത്ത് ഷഖ്സിയ തയ്യാറാക്കുക. അതായത് ഈ ചെയ്തതിൻ്റെ നേരെ ഇത് ചെയ്ത് നമ്മൾ പാരഗ്രാഫാക്കി എഴുതുകയാണ് ചെയ്തത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതണം. അപ്പോൾ ഇതിൽ മഹ്മൂദ് ദർവീഷ് ഷായർ മഷ്ഹൂർ. മഹ്മൂദ് ദർവീഷ് ഒരു പ്രമുഖ കവിയാണ്. ഉലിദ ഫി ഖറിയത്ത് ബിർവയിൽ ജനിച്ചു. ബി ഫലസ്തീൻ ഫലസ്തീനിലെ 1941. വമിൻ മുഅല്ലഫാത്തി അദ്ദേഹത്തിൻ്റെ രചനകളാണ് അസാഫിറും ബിലാജിനിഹ എന്നുള്ളത്, അതുപോലെ ആഖിറുൽ ലൈല, ഉഹിബുക വല ഉഹിബുക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. തൂഫിയ ദർവീഷ് ദർവീഷ് മരിച്ചു ഓഗസ്റ്റ് 9, 2008 ബിൽ വലായത്തുൽ മുത്തഹിദ US മരിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? നമ്മൾ ബയാനാത്ത് ഷഖ്സിയ ആ പോയിന്റുകൾ കൊടുത്തിട്ടില്ല, നമുക്ക് ഇവിടെ നോക്കി എഴുതാം. ഇസ്മിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? മഹ്മൂദ് ദർവീഷ് കൊടുക്കണം. ആമുൽ മീലാദിന് എന്ത് കൊടുക്കണം? 1941 കൊടുക്കുക. മക്കാനുൽ മീലാദ് എന്ന് കൊടുക്കണം? ഖറിയത്ത് ബിർവ എന്ന് കൊടുക്കണം. ദിറാസ പഠനം എന്ത് കൊടുക്കണം? പഠനത്തിൽ പറയുന്നുണ്ടോ? ഇല്ല, പഠനം പറയുന്നില്ല, അപ്പോൾ അത് കൊടുക്കണ്ട. പിന്നെയാ മുഅല്ലഫാത്ത് രചനകൾ പറയാം. ഏതാണ്? അസാഫിറും ബിലാജിനിഹ ആഖിറുൽ ലൈൽ യുഹിബുക വല ഉഹിബുക്ക് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. ആമുൽ വഫാത്ത് മരിച്ച വർഷം ഈ ഡേറ്റ് കൊടുക്കാം കേട്ടോ. നിങ്ങൾ താരീഖുൽ വഫാത്ത്, പിന്നെ വേണമെങ്കിൽ മക്കാനുൽ വഫാത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി മക്കാനുൽ വഫാത്ത് കൊടുക്കുമ്പോൾ വിലായത്തുൽ മുത്തഹിദ എന്നും കൂടി എഴുതണം. ഓക്കെ. അടുത്ത ഇക്മലുൽ ഫഖ്റ ബിനായത്ത് മുനാസിബ് ശരിയായ നായത്ത് വെച്ച് പൂരിപ്പിക്കാനാണ് പറയുന്നത്. എങ്ങനെ പൂരിപ്പിക്കാം? ദഹബ്തുൽ യൗമ ഇലാ ഹദീഖത്തിൻ ജമീല മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ഞങ്ങൾ പോയി. ഫീഹ അവിടെയുണ്ട് അസ്ഹാറുൻ ജമീലത്തുൻ എന്ന് പറയാം. അസ്ഹാറുൻ ജമീലത്തുൻ എന്ന് പറയാം. തതീറു ഹുനാക്ക അവിടെ പറക്കുന്നു.
ഫറാഷാത്തുൻ ഭംഗിയുള്ള പൂക്കൾ, അല്ലേ? ഫറാഷാത്തുൻ ജമീലത്തുൻ എന്ന് വീണ്ടും പറയാം. വഫിൽ ഹദീക പൂന്തോട്ടത്തിലുണ്ട് ഷജറത്തുൻ മരം. എങ്ങനെയുള്ള മരം? കബീറത്തുൻ എന്ന് പറയാം, വലുത്. അല ഷജറത്തി മരത്തിൻ്റെ മുകളിൽ എന്തുണ്ട്? ഉസ്ഫൂറുൻ കിളി. എങ്ങനെയുള്ള കിളി? ജമീലുൻ എന്ന് തന്നെ പറയാം കേട്ടോ. അല്ലെങ്കിൽ റായിഉൻ മനോഹരമായ എന്ന് പറയാം കേട്ടോ. യുഗരിദുൽ ഉസ്ഫൂർ കിളി പാട്ട് പാടുന്നു. ബി സൗത്തിൻ ജമീലിൻ മനോഹരമായ സൗണ്ടിൽ, അല്ലെങ്കിൽ റായിൻ എന്ന് പറയാം. പിന്നെ വഫി വസത്തിൽ ഹദീക ഹദീകത്തിൻ്റെ നടുവിലുണ്ട് ബിർക്കത്തുൻ ഒരു കുളം. എങ്ങനെയുള്ള കുളം? ബിർക്കത്തുൻ സാഫിയത്തുൻ അല്ലെങ്കിൽ കബീറത്തുൻ വലിയ ഒരു കുളമുണ്ട് എന്ന് പറയാം കേട്ടോ. 12 പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഹുവ ഉമർ ബിൻ അൽ ഖത്താബ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഖലീഫത്തു സാനിയാണ്. അദ്ദേഹം മക്കയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഫാറൂഖ് എന്നാണ്. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത് ഹിജറ 13. ഹക്കമ സലാസ്ത അഷറാസന 13 വർഷം ഭരിച്ചു. ജഅലൽ ഹിജറത്ത് അസാസൻ ലി തഖ്വീമിൽ ഇസ്ലാമി ഇസ്ലാമിക് കലണ്ടറിന് ഹിജറ അദ്ദേഹം അടിസ്ഥാനമാക്കി. ആഷ ഷുജാഅൻ അദ്ദേഹം ഒരു ധീരനായി ജീവിച്ചു. വ ഖദമന്നാസ് ജനങ്ങളെ സേവിച്ചു. വ മാത്ത ഷഹീദൻ ഷഹീദായി എന്താണ് ഹിജറ 23. അപ്പോൾ ചോദ്യം ഐന വെച്ചിട്ട് എന്ന് പറയാം. ഐന ഉലിദ ഉമർ ബിൻ അൽ ഖത്താബ് ഒരു ചോദ്യം. മൻ പിന്നെ മന്നെ ചിന്തിക്കാം. മൻ തവല്ലൽ ഖിലാഫത ബഅദ അബീ ബക്കർ എന്ന് കൊടുക്കാം. മൻ തവല്ലൽ ഖിലാഫത ബഅദ അബീ ബക്കർ അബൂബക്കറിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തത് ആര്? പിന്നെ മൻ എങ്ങനെ ചോദിക്കാം? മൻ ഖലീഫത്തു സാനി രണ്ടാമത്തെ ഖലീഫ ആരാണെന്ന് ചോദിക്കാം. മത്താ ഉലിദ എപ്പോൾ ജനിച്ചു എന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ മത്താ മാത്ത എപ്പോൾ മരിച്ചു എന്ന് ചോദിക്കാം. മാ എന്ന് ചോദിച്ചാൽ മാ ലഖബുഹു അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണെന്ന് ചോദിക്കാം. കൈഫ എന്ന് വെച്ചാൽ എങ്ങനെയെന്നാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ പറയാം? കൈഫ ആഷ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ജീവിച്ചു? ഷുജാഅനാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കൈഫ ആഷ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. 3 എഴുതിയാൽ മതി. 13 ലക്കി അഹമ്മദ് സ്വദീഖഹു തോമസ്. അഹമ്മദ് അതിൻ്റെ കൂട്ടുകാരനായ തോമസിനെ കണ്ടു. ഫി മഹർജാൻ റിയാള സ്പോർട്സ് ഡേക്ക്. ആ ഹിവാർ പൂർത്തിയാക്കണം. അഹമ്മദ് പറഞ്ഞു ഹായ് സബാഹൽ ഖൈർ. അപ്പോൾ ഇവിടെ എന്ത്? സബാഹന്നൂർ. ലിമ അൻതഹുന എന്താ നീ ഇവിടെ? ലി ഉഷാരിക്ക ഫിസിബാഖ് മത്സരത്തിൽ പങ്കെടുക്കാൻ. ഹസനൻ കൊള്ളാം. അപ്പോൾ ഇവിടെ ഉത്തരം പറഞ്ഞു ഫി സിബാക്കിൽ ഓട്ടത്തിന്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക എന്താണ്? ഫി അയ്യി മുസാബഖത്തിൻ തുഷാരിക്കു. ഫി അയ്യി മുസാബഖത്തിൻ ഏത് മത്സരത്തിനാണ്? തുഷാരിക്കു നീ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓട്ട മത്സരത്തിന്. അപ്പോൾ ലിമാൻ തഹുന നീ എന്താ ഇവിടെ? അപ്പം അയാളും പറയുന്നത് ലി ഉഷാരിക്ക ഫി സിബാഖ് ഓട്ടത്തിന് പങ്കെടുക്കാനാണ് എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഫി ഐ സിബാക്കിൻ ഏത് മത്സരത്തിനാണ്? ഫി മുസാബഖത്തി എന്ന് പറയാം. ആ കളികളുടെ ഒരു പേര് പറയാം. ഫി മുസാബഖത്തി റംയു റുംഹ് ജാവലിൻ ത്രോ അല്ലേ. അപ്പോൾ അത്തമന്നാലൊക്കെ നജാ നിനക്ക് വിജയം ആശംസിക്കുന്നു. ശുക്രൻ അഫ്വൻ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത് 14 അഴുദ മുദക്കിറ അൻ ഖിദമാത്തി ഉമ്മിക്ക് ഉമ്മമാരുടെ സേവനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്ത് പറയാം? ഇതിൽ കുറേ സെൻറ്റൻസ് ഉണ്ട്. അൽ ഉമ്മ തുഅദ്ദു ത്വആം ഉമ്മ ഫുഡ് റെഡിയാക്കുന്നു. വീട് അൽ ഉമ്മ തുറബിൽ ഔലാദ് ഉമ്മ മക്കളെ പോറ്റും. അൽ ഉമ്മ തുനല്ലിഫുൽ ബൈത്ത് ഉമ്മ എന്ത് ചെയ്യും? വീട് വൃത്തിയാക്കും. അൽ ഉമ്മു തഗസിലുൽ മലാബിസ് അടുത്ത സെൻറ്റൻസ്. അൽ ഉമ്മ തുസായിദുൽ ഔലാദ ദിദ്റാസ അൽ ഉമ്മു തദ്ഉലിൽ ഔലാദ്. ജസ്റ്റ് അൽ ഉമ്മ ചേർത്ത് എല്ലാ സെൻറ്റൻസും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വളരെ വിശാലമായി ആവശ്യം പോലെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. 14 ബി റത്തിബുൽ അഹിദ ഹത്ത തസീർ ഹിക്കായ. ഇത് ഞാനിങ്ങനെ ചോദിക്കും നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് ഈ സംഭവം? ഉമർ റളിയല്ലാഹുയുടെ സംഭവം ഓർഡറിലാക്കാനാണ്. കാമ റജുലിൻ വ കാല ഒരു മനുഷ്യൻ എണീറ്റു ലാ സമഅ വലാ ത്വഅ അനുസരിക്കില്ല എന്ന് പറഞ്ഞു.
യൗമൻ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് അൽ മിമ്പർ, ഒരു ദിവസം ഉമർ മിമ്പറിൽ എണീറ്റു. വഖാൽ അയ്യുഹന്നാസ് ഇസ്മാവു വാത്തിയോ, ജനങ്ങളെ കേൾക്കൂ, അനുസരിക്കൂ. നാദ ഉമർ ഇബ്നഹു, ഉമർ തൻ്റെ മകനെ വിളിച്ചു. യാ അബ്ദുല്ല, അബ്ദുല്ല അജുബൻ കലാമിഹി, അവൻ പറഞ്ഞതിന് മറുപടി കൊടുക്കൂ. സഅല ഉമർ അർ റജുലൻ സബബി കൗലിഹി, ഉമർ അല്ലാഹു തൻ്റെ വാക്കിൻ്റെ കാരണം പറഞ്ഞു. പിന്നെ കാല ലക്കത് ആയത്തൊഴുത്ത് കിതാത്തൻ തക്ഫി സൗബൻ, താങ്കൾക്ക് കിട്ടിയത് എന്താണ്? ഒരു വസ്ത്രത്തിനുള്ളതാണ്. വാനത്തെ തൊവിയിൽ, താങ്കൾ നല്ല നീട്ടമുണ്ട്. കൈഫ തൽബിസ് കമീസൻ കാമ, എങ്ങനെയാണ് പൂർണ്ണമായ ഒരു കമീസ് ഉണ്ടാക്കിയത്? കാല അബ്ദുള്ള ലക്കത് ആയത്തയത്ത് കിത്താത്തി, ഞാൻ എൻ്റെ വാപ്പ മുറി അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്, വാപ്പാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവം? ആദ്യം ഒരു ദിവസം ഉമർ ഇവിടെ കയറി എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഉമർ സയാല ഉമറിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? ഇതാണ് ഉമർ അയ്യോഹന്നാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, മനുഷ്യൻ പറഞ്ഞു ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു എന്താണ് അനുസരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് താങ്കൾക്ക് കുറച്ച് ഡ്രസ്സേ കിട്ടിയിട്ടുള്ളൂ, താങ്കൾ വലിയ കമീസ് ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നാദ ഉമറിനെ വിളിച്ചു. ഈ സെൻറ്റൻസ് ഉമർ ഈ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എത്രയാണ്? ആ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് വരും, 2 ഇത് വരും, 3 ഇത് വരും, 4 ഇത് വരും, 5 ഇത് വരും, 6 ഇത് വരും. ഓക്കെ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. 15-ാമത്തെ ലാഹിദുൽ ഇമോജിയാദ് വഅബ്ബിർ അനിൽ മഷായർ, ഈ ഇമോഷൻ എന്താണെന്ന് പറയണം. ഇതെന്താണ്? മസ്റൂറുൻ അല്ലേ, ഹാപ്പിയാണ്. ഇതോ ഹസീനുൻ, ദുഃഖം. ഇനി അജിബാനിലാത്തിയ ആയിദ് ഖിസ്സാദാത്തിയ ലുഗത്തിൽ ഇൻജിലീസിയ, അറബി ഭാഷ അല്ല ഇംഗ്ലീഷ് ഭാഷയുടെ ആത്മകഥ തയ്യാറാക്കാനാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അന ലുഗത്തുൻ ഇൻജിലീസിയ, അന ലുഗത്തുൻ ആലമിയ, അത് 2 വാക്കും ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ അടുത്തത് എന്ത് പറയും? എന്താണ്? അന ലുഗത്തുൻ തിജാരിയ, അന ലുഗത്തുൻ തിജാരിയ. പിന്നെയോ യതകല്ലമു ബി അൽ മലായീൻ എന്ന് പറയാം. പിന്നെ വസിഅതു, ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഞാൻ നമ്മുടെ വാക്ക് എഴുതാം. അൽ മക്തബാത്തു മലി ഉംബിൽ കുത്തുബിൽ ഇൻജിലീസിയ എന്ന് പറയാം. പിന്നെ വസിഅതു ജമീഅൽ അൻവാഅൽ അദബ് മിന റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ് വൽ അഖാസീസ് വൽ അഷാർ വൽ അനാഷീദ്സ് അഫ്തഖുർ ബി തുറാസ്, ഈ സെൻറ്റൻസൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെയുമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. റിവായാത്ത്, ഖിസസ്, അഷ്ആർ, അതെല്ലാം എവിടെ വരുന്നുണ്ട്? ഇവിടെയുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് 17 ഇഖ്റ തഖ്രീർ വ കമ്മിലുൽ ബർനാമിജ്, ഇവിടെ റിപ്പോർട്ട് വായിച്ച് പ്രോഗ്രാം എഴുതുക. കോട്ടയം ജറൽ മഹർജാൻ റിയാലി ഫിൽ മദ്രസത്തുൽ ഹുക്കൂമിയ ബി കോട്ടയം, കോട്ടയത്ത് എന്താണ്? സ്കൂൾ കലോത്സവം നടന്നു. ഇഫ്തതഹ മുദീറുൽ മുഖാത്ത, സ്കൂൾ കലോത്സവമല്ല, സ്കൂൾ സ്പോർട്സ് നടന്നു. ഇഫ്തതഹ മുദീറുൽ മുഖാത്ത, ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. അൽ ഹഫില, പരിപാടി. വഖാമ ബി തൗസിഅൽ ഔസിമ വൽ ജവായിസ്, മെഡലും സമ്മാനവും വിതരണം ചെയ്തു. റഅസ് അൽ ഹഫല റയീസുൽ ലജ്നത്തുൽ ഔസിയായി വൽ മുദരിസീൻ, എന്നാണ് PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വൽക റയീസുൽ മജ്ലിസുൽ ഖറവി ഖുത്ബ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗം നിർവഹിച്ചു. വൽക ഉദുവുൽ മജ്ലിസുൽ ഖറവി ഖുത്ബത്ത് തഹാനി, പഞ്ചായത്ത് മെമ്പർ ആശംസ പറഞ്ഞു. റഹബൻ ആലുൽ മദ്രസ ബിൽ ഹഫ്ല, HM സ്വാഗതം പറഞ്ഞു. വഖാമ അമീനുൽ ലജ്നത്തുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി നന്ദി പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാം? അത്തർഹീബ്, ആശംസ പറഞ്ഞതാരാണ്? നാദുറുൽ മദ്രസ. ഇവിടെ റയീസുൽ ലജ്നത്തുൽ ഔസിയ വൽ മുദരിസ് ആരാണ്? റിയാസ അല്ലേ, റഅസ. അപ്പം എന്ത് വരും? റിയാസത്ത് എന്ന് വരും. ഇഫ്തിതാഹ്, ഉദ്ഘാടനം നടത്തിയതാരാണ്? മുദീറുൽ മുഖാത്ത, അതിവിടെ എഴുതണം. തൗസിഉൽ ഔസിമ നടത്തിയതും ആരാണ്? മുദീറുൽ മുഖാത്ത തന്നെയാണ്. ഖുത്ബ, പ്രസംഗം നടത്തിയതാരാണ്? റയീസുൽ മജ്ലിസുൽ ഖറവി. പിന്നെ ഉദുവുൽ മജ്ലിസ് കലിമത്തു തഹ്നിയ, എന്ത് പറയുക? ഖുത്ബത്തു തഹാനി. ഈ വാക്ക് എവിടെ വരണം? ഇവിടെ വരണം.
പിന്നെ കലിമത്ത് ഷുക്കർ എന്നിവിടെ വരണം. എവിടെ കലിമത്ത് ഷുക്കർ ഇതായിരിക്കണം. അത് നടത്തിയതാരാ? അമീനു ലജ്നത്തുൽ മുദരിസീൻ. അത് ഇവിടെ കൊടുക്കാം. ഇവിടെ കലിമത്ത് ഷുക്കർ ഇവിടെ. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ, ലാഹിറുൽ ജദ്വൽ വാജിബ്. ഈ ചാർട്ട് നോക്കുക. പേര്, പൗരത്വം, ജനിച്ച വർഷം, അവരുടെ സാഹിത്യ വർക്കുകൾ. മഹ്മൂദ് ദർവിഷ് ഫലസ്തീൻകാരനാണ്. 941 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ബുക്ക് അസാഫിർ ബിലാജ്നിഹ. അബുൽ കാസിം ഷാബി ടുണീഷ്യക്കാരനാണ്. 1909 ജനിച്ചു. അഗാനുർ റുവാത്താണ് അദ്ദേഹത്തിൻ്റെ പദ്യം. അഹമ്മദ് ഷൗക്കി മിസ്രിയാണ്, ഈജിപ്ഷ്യനാണ്. 1868 ജനിച്ചു. ഷൗക്കിയാത്താണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. മുഹിയുദ്ദീൻ ആലുവായി ഇന്ത്യക്കാരനാണ്. 1925 ജനിച്ചു. കിതാബുൽ ഹിന്ദാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. മത്താ ഉലിദ അബുൽ കാസിം ഷാബി. അബുൽ കാസിം ഷാബി എപ്പോൾ ജനിച്ചു? അബുൽ കാസിം 1909 ഉത്തരം വരിക അല്ലേ? ഇത് 1909. മായിസ്മു ദീവാൻ അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കിയുടെ ബുക്കിൻ്റെ പേര് അഷൗക്കിയാത്ത്. മായിസ്മു മാൻ സാഹിബ് കിതാബുൽ ഹിന്ദ്. അൽ ഹിന്ദ് കിതാബുൽ ഹിന്ദിൻ്റെ രചയിതാവ് ആരാണ്? മുഹിയുദ്ദീൻ ആലുവായി. ഉക്തബ് ഇസ്മ അദീബിൻ ഹിന്ദിയും മിനൽ ജദ്വൽ. ഇന്ത്യക്കാരനായ അദീബിൻ്റെ പേരെന്താണ്? അതും മുഹിയുദ്ദീൻ ആലുവായി തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത്രയാണ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്ക്, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.